ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 48-ാം വാക്യം. നിശബ്ദനായിരിക്കുവാൻ പറഞ്ഞുകൊണ്ട് പലരും അവനെ ശകാരിച്ചു. ഇന്ന് പാതി നോമ്പിന്റെ പാതി വഴി പിന്നിടുമ്പോൾ സ്നേഹമുള്ളവരെ, നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക. നോമ്പ് തുടങ്ങി ആദ്യ ദിനം നമ്മളെടുത്ത കുറെ പ്രതിജ്ഞകളുണ്ട് അല്ലെ, ചില തീരുമാനങ്ങൾ, ജീവിതത്തിൽ ചില മാറ്റങ്ങളൊക്കെ വരുത്താനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് തീഷ്ണതയോടുകൂടി നമ്മളെടുത്ത തീരുമാനങ്ങൾ. എന്നാൽ ഈ നോമ്പിന്റെ പാതി വഴി പിന്നിടുമ്പോൾ ഞാൻ എടുത്ത ആ തീരുമാനങ്ങൾ എത്രമാത്രം എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് ആത്മശോധന ചെയ്യാനായിട്ട് പറ്റണം. എവിടെയെങ്കിലുമൊക്കെ വീഴ്ച സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തമ്പുരാന്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് മാപ്പ് ചോദിച്ചുകൊണ്ട് വീണ്ടും തീഷ്ണതയോടുകൂടി ദൈവത്തോട് ചേർന്ന് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നത്തെ വചനത്തില് ജനക്കൂട്ടം ശകാരിക്കുന്നത് നാം കാണുന്നുണ്ട് അല്ലെ. ആരെയാണ്? ഒരു അന്ധയാചകനോട് മിണ്ടാതിരിക്കാനായിട്ട് പറയുക. ഈശോ കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ അവൻ നിലവിളിച്ച് പ്രാർത്ഥിച്ചു. അവന്റെ പ്രാർത്ഥന കേട്ടപ്പോൾ ജനക്കൂട്ടം അവനോട് പറഞ്ഞത് നിശബ്ദനായിരിക്കാനായിട്ട്. പ്രാർത്ഥനയ്ക്ക് തടസ്സം നിൽക്കുന്ന ജനക്കൂട്ടത്തെ നമ്മളിവിടെ കാണുകയാണ്. അന്ധയാചകൻ എന്നാ എടുത്തു? ജനക്കൂട്ടം പറഞ്ഞതാണല്ലോ, എന്നാൽ പിന്നെ മിണ്ടാതിരിക്കാം എന്നാണോ വിചാരിച്ചല്ല. അവൻ കൂടുതൽ ഉച്ചത്തിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. മിണ്ടാതിരിക്കാനായിട്ട് ജനക്കൂട്ടം തടസ്സം നിന്നപ്പോൾ ആ പ്രാർത്ഥന അവൻ നിർത്തുകയല്ല ചെയ്തത്, മറിച്ച് അവൻ കൂടുതൽ തീഷ്ണതയോടുകൂടി ആഴമായ വിശ്വാസത്തോടെ ഈശോയെ വിളിച്ചു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയാണ് ഈശോ കേട്ടത് അല്ലെ. ആ പ്രാർത്ഥന കേട്ട് ഈശോ അവിടെ നിന്നിട്ട് അവനെ തന്റെ അടുക്കലേക്ക് വിളിക്കുന്നുണ്ട്. വിളിച്ചപ്പോൾ അവൻ എന്താ ചെയ്തത്? അവൻ പുറംകുപ്പായം എടുത്ത് ദൂരേക്കെറിഞ്ഞ് സന്തോഷത്തോടെ കുതിച്ചു ചാടി അവൻ ഈശോയുടെ അടുത്തെത്തി. തന്റെ പാപത്തിന്റെ പുറംകുപ്പായം ദൂരേക്കെറിയുവാനായിട്ട് വിശ്വാസത്തോടെ ദൈവസന്നിധിയിലേക്ക് സന്തോഷത്തോടെ കടന്നു വരുവാനായിട്ട് അവൻ തയ്യാറായി. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ഈ അന്ധയാചകന്റെ വിശ്വാസവും ആ സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് ഈ നോമ്പിന്റെ ദിനങ്ങളിൽ നമുക്ക് സാധിക്കണം. തടസ്സം ഉണ്ടാവും കേട്ടോ. പ്രാർത്ഥിക്കുമ്പോൾ കുറ്റം പറയുന്ന, കളിയാക്കുന്ന വ്യക്തികൾ ഇഷ്ടംപോലെ ഉണ്ടാവും. ചില തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരം വരും. പക്ഷെ ഈ തടസ്സങ്ങളിൽ ഒരിക്കലും എന്റെ പ്രാർത്ഥന ഞാൻ നിർത്തരുത്, മറിച്ച് കൂടുതൽ തീഷ്ണതയോടുകൂടി വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് സാധിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. തടസ്സങ്ങളിൽ നിന്നു പോയാല്, പ്രാർത്ഥന മുടക്കിയാല് അവിടെ ഒരിക്കലും എനിക്ക് അനുഗ്രഹം ലഭിക്കുന്നില്ല. ഈ അന്ധയാചകനെ പോലെ അവൻ വീണ്ടും ഉച്ചത്തിൽ നിലവിളിച്ചപ്പോഴാണ് ഈശോ ആ പ്രാർത്ഥന കേട്ട് അവിടെ നിന്ന് അവനെ അനുഗ്രഹിക്കുന്നത്. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനകൾക്ക് തടസ്സമുണ്ടാവാം. ആ തടസ്സങ്ങളിൽ വീണ് പോവരുത്, മറിച്ച് ആഴമായ വിശ്വാസത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട്, ദൈവത്തോട് ചേർന്നിരുന്നു കൊണ്ട് ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.